അടുത്തൊരു യുദ്ധമുണ്ടായാൽ ഇസ്രയേലിനോട് പിടിച്ചു നിൽക്കാൻ ഇറാന്റെ പ്രതിരോധ രംഗത്തിന് ശക്തിയുണ്ടായാൽ മാത്രമേ സാധിക്കൂ എന്ന് മനസ്സിലാക്കിയ ഇറാൻ ഭരണകൂടമാകട്ടെ ഇറാൻ ഇപ്പോൾ നാഷണൽ ഡിഫൻസ് കൗൺസിൽ രൂപീകരിക്കാനുള്ള ശ്രമത്തിലാണ്. ഇതിനായുള്ള അംഗീകാരം ലഭിച്ചു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. ഇറാനിലെ ഉന്നത സുരക്ഷാ സമിതി ഇതിനായി അംഗീകാരം നൽകി. 1980 ശേഷം നടന്ന ഏറ്റവും വലിയ ആക്രമണമായിരുന്നു ഇസ്രയേലും ഇറാനും തമ്മിൽ നടന്ന വ്യോമയുദ്ധം. അതിൽ ഇസ്രയേലുമായി പിടിച്ചു നിൽക്കാൻ പോലും സാധിക്കാതെ ഇറാനെ അടിച്ച് നിലംപരിശാക്കാൻ കഴിഞ്ഞു എന്നത് മറ്റൊരു വസ്തുതയാണ്. എന്നാൽ ഇപ്പോഴും ഇസ്രയേലിനെ പ്രകോപിപ്പിച്ചുകൊണ്ട് യുദ്ധത്തിനായുള്ള മുറവിളി കൂട്ടുകയാണ് ഇറാൻ. അടുത്തതായി തന്നെ പരമോന്നത നേതാവായുള്ള അയത്തുള്ള അലി ഖൊമേനിയുടെ തലയെടുക്കാതെ തന്നെ ജൂതപ്പട അടങ്ങില്ല എന്നതാണ് മറ്റൊരു വസ്തുത. അതിനായുള്ള കരുക്കൾ നീക്കി തുടങ്ങിയിരിക്കുകയാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. വാർ റൂമിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം ഖൊമേനിയുടെ എല്ലാ നീക്കങ്ങളും നിരീക്ഷിക്കുന്നുണ്ട് എന്നാണ് മറ്റൊരു റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഇസ്രയേലിനെ പരിഹസിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന ഖൊമേനിയെ കാത്തിരിക്കുന്നത് 8ന്റെ പണിയാണ് എന്നതാണ് മറ്റൊരു വസ്തുത. അതിനിടയിലാണ് നാഷണൽ ഡിഫൻസ് കൗൺസിൽ രൂപീകരിക്കാൻ ഒരുങ്ങുന്നത്. ഇസ്രയേലുമായി ഇക്കഴിഞ്ഞ ജൂണിൽ നടന്ന വ്യോമ യുദ്ധത്തിന് ശേഷമാണ് പുതിയ നീക്കം വന്നിരിക്കുന്നത്. ഇറാഖുമായി 1980കളിൽ നടന്ന യുദ്ധത്തിന് ശേഷം ഇറാൻ നേരിട്ട ഏറ്റവും വലിയ സൈനിക വെല്ലുവിളിയായിരുന്നു ഇസ്രയേലുമായി നടന്ന വ്യോമയുദ്ധം. ഇസ്രയേലിൽ നിന്നുള്ള ഭീഷണികൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും അവ കുറച്ചു കാണരുതെന്നും ഇറാൻ സൈനിക മേധാവിയായ അമീർ ഹതാമി മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെനഷ്കിയൻ ഡിഫൻസ് കൗൺസിലിന് അധ്യക്ഷത വഹിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. 3 സർക്കാർ ശാഖകളുടെ തലവന്മാർ, മുതിർന്ന സായുധ സേനാ കമാൻഡർമാർ, ബന്ധപ്പെട്ട മന്ത്രാലയങ്ങൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ അവർ ഇതിൽ ഉൾപ്പെടുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. പ്രതിരോധ പദ്ധതികൾ അവലോകനം ചെയ്യുക, അതുപോലെ ഇറാനിലെ സായുധ സേനയുടെ കഴിവുകൾ കേന്ദ്രീകൃതമായി തന്നെ വർദ്ധിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളിലായിരിക്കും നാഷണൽ ഡിഫൻസ് കൗൺസിൽ ലക്ഷ്യം വെക്കുക എന്നതാണ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. അതേസമയം ജൂതരെയും ഇസ്രയേലി സൈനികരെയും ഒക്കെ തന്നെ എലികളായി ചിത്രീകരിച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്ക് മുൻപ് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖൊമേനി രംഗത്ത് വന്നത്. അമേരിക്കയ്ക്കും ഇസ്രയേലിനും എതിരെ അല്ലെങ്കിൽ അവരെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനയായിരുന്നു നടത്തിയത്. ഇതോടുകൂടി തന്നെ അയഞ്ഞു നിന്ന ഇസ്രയേലിനെ പ്രകോപിപ്പിച്ചുകൊണ്ട് ഖൊമേനിയുടെ തലയെടുക്കാനുള്ള പദ്ധതികൾ അവർക്ക് ഇട്ടുകൊടുക്കുകയാണ് ഇപ്പോൾ ഖൊമേനി ചെയ്തിരിക്കുന്നത്. ഇറാൻ പുറത്തുവിട്ടിരിക്കുന്ന AI ചിത്രത്തിൽ ഇറാനിയൻ മിസൈലുകളിൽ നിന്നും രക്ഷപ്പെടാനായി ജൂതരും ഇസ്രയേലി സൈനികരും ഒരു അമേരിക്കൻ കപ്പലിൽ ഭയന്നിരിക്കുന്നതാണ് ചിത്രത്തിലുള്ളത്. അമേരിക്കൻ പതാക പുതപ്പിച്ച കപ്പലിൽ ജൂതരുടെയും ഇസ്രയേലി സൈനികരുടെയും ചിത്രങ്ങളാകട്ടെ എലികളായിട്ടാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. ജൂലൈ 16 നടത്തിയ പ്രസംഗത്തിൽ ഇസ്രയേലിനെ അർബുദമെന്നും US-നെ പേപ്പട്ടി എന്നും ഖൊമേനി വിശേഷിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിന് തുടർച്ചയായാണ് AI ചിത്രം പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇറാന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലാണ് ഈ ചിത്രം പ്രത്യക്ഷപ്പെട്ടത്. അവർ, അതായത് ഇസ്രയേൽ തല കുനിച്ചില്ലായിരുന്നുവെങ്കിൽ, വീണില്ലായിരുന്നുവെങ്കിൽ, സഹായം ആവശ്യമില്ലായിരുന്നുവെങ്കിൽ, സ്വയം പ്രതിരോധിക്കാൻ കഴിവുണ്ടായിരുന്നുവെങ്കിൽ അവർ അമേരിക്കയെ ആശ്രയിക്കില്ല എന്നതാണ്. അമേരിക്കയെ സമീപിച്ചതിനർത്ഥം ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ നേരിടാൻ കഴിയില്ല എന്നവർ മനസ്സിലാക്കിയതാണ് എന്നാണ് ചിത്രത്തിന് നൽകിയിരിക്കുന്ന അടിക്കുറിപ്പ്. യുദ്ധസമയത്ത് ഇത്തരത്തിലുള്ള ഒട്ടേറെ ചിത്രങ്ങൾ ഖൊമേനി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജൂതരുടെ രാജാവായിരുന്ന ദാവീദിന്റെ നക്ഷത്രം പതിച്ച തലയോട്ടിയിൽ മിസൈലുകൾ വർഷിക്കുന്നത്, ട്രംപിന്റെ മുഖമുള്ള സ്റ്റാച്യു ഓഫ് ലിബർട്ടിയെ മിസൈലുകൾ തകർക്കുന്നത്, ഇസ്രയേലിൽ അമേരിക്കൻ കപ്പൽ നശിപ്പിക്കുന്നത് തുടങ്ങിയ ചിത്രങ്ങളാണ് പുറത്തുവിട്ടത്. ഇറാനിയൻ ഭരണകൂടം ജൂതന്മാരെയും ഇസ്രയേലിനെയും ചിത്രീകരിക്കാൻ ഇതിനു മുൻപും വിവാദ ചിത്രങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അടുത്തിടെ ടെഹ്റാനിലെ ഒരു ആർട്ട് ഗാലറി അമേരിക്കയെയും ഇസ്രയേലിനെയും പരിഹസിക്കുന്ന കാർട്ടൂണുകളും കാരിക്കേച്ചറുകളും ഒക്കെ തന്നെ പ്രദർശനം നടത്തിയിരുന്നു. ഇസ്ലാമിക് ഭരണകൂടം ഇസ്രയേലിനെതിരെ ഇത്തരം ഒരു കുറഞ്ഞ പരിഹാസങ്ങൾ നടത്തുമ്പോഴും ഇറാനിൽ 10,000-ങ്ങളോളം വരുന്ന ജൂത ജനസംഖ്യ ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഇറാനിൽ 100ഓളം സിനഗോഗുകൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് എന്നും പറയപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.